പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിൽ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ സ്വകാര്യ ബസ് കുടുങ്ങിയതിനെ തുടർന്ന് 18 പേർ മരിച്ചു. 4 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അജയ് സുധ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആര്യ, മരോട്ടൺ കലോർ റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. മണ്ണ് ബസ്സിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇത്തരത്തിൽ ബസ്സിനകത്ത് ആളുകൾ കുടുങ്ങിയാണ് ഈ അപകടമുണ്ടായത്. ബസ്സിനകത്ത് 25 മുതൽ 30 വരെ യാത്രക്കാർ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇതിൽ 18 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശമെന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാര്യം അവിടുത്തെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ വലിയ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്നതിന് നിരവധി പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തിയായതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നു. ഇപ്പോഴും മേഖലയിൽ സജീവമായിട്ട് തന്നെ ഈ ബസ്സിനെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യാനും അതുപോലെ തന്നെ ഇനി ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്കാണ് ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടത്. ഈ 18 പേരിൽ ഏതാണ്ട് 10ഓളം പുരുഷന്മാരും അതുപോലെ തന്നെ 8 സ്ത്രീകളും ഉണ്ടെന്നാണ് വിവരം നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ നിലവിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപയും സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്വീന്ദർ സിംഗ് അദ്ദേഹവും ഈ വിഷയത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഷിംലയിൽ തുടരുകയാണ്. ഷിംലയിൽ നിന്ന് അദ്ദേഹം രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇന്നലെ രാത്രിയോടെ തന്നെ ഏറെക്കുറെ രക്ഷാപ്രവർത്തനം പൂർത്തിയായതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോഴും മേഖലയിൽ ഈ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ സജീവമാണ്. ബിലാസ്പൂരിലാണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം നടന്നത്. ഹിമാചൽ പ്രദേശിലെ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ സ്വകാര്യ ബസ് കുടുങ്ങുകയായിരുന്നു. 18 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 4 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളാണ് അജയ് സുധാ ബിജു നൽകിയത്.